ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ. ദ ഹിന്ദു എന്ന മാധ്യമം ഉണ്ടാക്കിയ ചെറിയൊരു ഡോക്യുമെന്ററിയാണ്. കേരളത്തില് 886 റേപ്പ് കേസാണ് കഴിഞ്ഞ കൊല്ലത്തിന്റെ പകുതിയിൽ കേരള പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 322 കേസിലും വിക്ടിംസ് ആയത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 123 വുമണും 73 കുട്ടികളുമാണ് അബ്യൂസ് ചെയ്യപ്പെട്ടത്. ഫ്രണ്ട്സ് കൊടുത്ത ഡ്രഗ്സ് കഴിച്ച് ഒരു +1 വിദ്യാർത്ഥി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി മാനസിക നില തെറ്റിയ ആ വിദ്യാർത്ഥി തന്റെ 9 വയസ്സുള്ള പെങ്ങളെ റേപ്പ് ചെയ്തു. From their dilapidated house in Palakkad within a span of 3 months, now a special court has acquitted 3 accused in the case. The sisters belong to the scheduled caste background and there's uproar in the Kerala Assembly. ഒരു റിപ്പോർട്ട് പ്രകാരം ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിൽ ബലം പ്രയോഗിച്ച് കുത്തിവെക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചെയ്യുന്ന മറ്റൊരു റീസണാണ് നമ്മൾ കുടിക്കുന്ന ഏതെങ്കിലും ഡ്രിങ്ക്സിൽ ആ ഒരു ഡ്രഗ്സ്. ഒരുപാട് തന്നെ ഞങ്ങൾക്ക് കോള തന്നിട്ട് കുടിക്കാൻ ഒത്തിരി നിർബന്ധിച്ചു. അതിന് അഞ്ജലി കുറേ നേരം നമ്മുടെ പുറകെ നടന്നു അത് കുടിക്കാൻ വേണ്ടി. ഞങ്ങൾ ആരും കുടിക്കാൻ കൂട്ടാക്കിയില്ല. ഈ പാർട്ടീൻ്റെ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പാർട്ടീൻ്റെ ഒരു നാച്ചുറൽ തന്നെ മാറുന്നുണ്ടായിരുന്നു. എല്ലാവരും ലഹരിക്ക് ഇതായിട്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, കൂടുതലും ഗേൾസ് ആയിരുന്നു. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ഡ്രഗ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ ഈ 3 സ്ഥലത്തു നിന്നാണ് കൂടുതൽ ഡ്രഗ്സ് ഒഴുകുന്നത് ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ നിന്ന് അത് കപ്പൽ, വിമാനം വഴി കേരളത്തിലേക്ക്. ഇങ്ങനെയുള്ള ഡ്രഗ്സ് മിഠായിയുടെ രൂപത്തിൽ സ്കൂൾ പരിസരത്തെ കടകളിൽ പുതിയ മിഠായികളെല്ലാം പെട്ടിക്കടയുടെ മുൻഭാഗത്തായി തിളങ്ങി നിൽക്കും. അത് വാങ്ങാനായി കുട്ടികൾ ഒത്തുകൂടും. കടയുടമ അത് ഫ്രീ ആയി കുട്ടികൾക്ക് നൽകും. പിന്നെ അവരെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികൾ ഡ്രഗ്സ് കൈമാറും. അതുവഴി അനവധി റേപ്പ്, മർഡർ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഗൈസ്, ഡ്രഗ്സിൻ്റെ ഈ കുത്തൊഴുക്ക് നമ്മളെ കൊണ്ട് തടയാൻ പറ്റില്ല. കാരണം ഇതിന് പുറകിലും വലിയ വലിയ ആളുകളായിരിക്കും. നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കുക.